എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കാരുണ്യ ചികിത്സാ ഇൻഷുറൻസുമായി ബന്ധപ്പെടുത്തിയുള്ള വിവരങ്ങളും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് വയോവന്ദന കാർഡുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. സമൂഹത്തിലെ സാമ്പത്തികപരമായിട്ട് ദുർബലരായ വ്യക്തികൾക്ക് ഗുരുതരമായ രോഗങ്ങൾക്കും മെഡിക്കൽ അവസ്ഥകൾക്കും ചികിത്സയ്ക്കായിട്ട് സാമ്പത്തിക സഹായം നൽകുന്നതിന് വേണ്ടി കേരള സർക്കാർ അവതരിപ്പിച്ച ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് കാരുണ്യ ഹെൽത്ത് കെയർ സ്കീം. 2019 ആരംഭിച്ച ഈ പദ്ധതി ആരോഗ്യ സംരക്ഷണ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനും എല്ലാ പൗരന്മാർക്കും തുല്യമായ ആരോഗ്യ സംരക്ഷണം നൽകുന്നതിനുമുള്ള കേരളത്തിൻ്റെ സമഗ്ര ശ്രമങ്ങളുടെ ഭാഗമാണ്. ഈ പദ്ധതി പ്രകാരം കേരള ജനസംഖ്യയുടെ 40% വരുന്ന ദരിദ്രരും ദുർബലരുമായിട്ടുള്ള 42 ലക്ഷത്തിലധികം കുടുംബങ്ങൾക്ക് ദ്വിതീയ തൃതീയ പരിചരണ ആശുപത്രി ചികിത്സയ്ക്കായി പ്രതിവർഷം ഒരു കുടുംബത്തിന് 5 ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെടുത്തി ഇപ്പോൾ വന്ന പ്രധാനപ്പെട്ട മറ്റൊരു അപ്ഡേറ്റ് എന്നത് കാരുണ്യ ചികിത്സാ പദ്ധതി പുതുക്കിയ ഉത്തരവ് സർക്കാർ ഇറക്കാത്തതിനാൽ സംസ്ഥാനത്തെ ആശുപത്രികളിൽ പുതിയ രജിസ്ട്രേഷൻ നിർത്തിയിട്ടുണ്ട്. മാർച്ച് 31 വരെയായിരുന്നു പദ്ധതിയുടെ കാലാവധി. പുതിയ ഉത്തരവിറക്കുമെന്നായിരുന്നു ആശുപത്രികൾക്ക് അനൗദ്യോഗികപരമായിട്ട് ലഭിച്ച മറുപടി. എന്നാൽ ഒരാഴ്ചയായിട്ടും പുതുക്കിയ ഉത്തരവ് സർക്കാർ ആശുപത്രികളിൽ എത്തിയിട്ടില്ല. വൃക്ക, കരൾ, ഹൃദയരോഗം, ക്യാൻസർ തുടങ്ങിയ മാരക രോഗങ്ങൾക്ക് പണരഹിത ചികിത്സ കാരുണ്യ പദ്ധതി വഴി രോഗികൾക്ക് ലഭിച്ചിരുന്നു. 565 ആശുപത്രികളാണ് കാരുണ്യ ചികിത്സയുമായി ബന്ധപ്പെടുത്തി ചികിത്സ നമുക്ക് പ്രധാനമായിട്ടും ലഭിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് വയോവന്ദന കാർഡുമായി ബന്ധപ്പെടുത്തിയുള്ള ചില അപ്ഡേറ്റുകളും വന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് വയോവന്ദന കാർഡ് ആരോഗ്യ ഇൻഷുറൻസ് സ്കീമിലേക്കുള്ള രജിസ്ട്രേഷൻ ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 70 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി അവസരമുണ്ട്. നിങ്ങളുടെ അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററുകളിലെത്തി ഇതിനുള്ള സംവിധാനം ക്രമീകരിച്ചിട്ടുണ്ട്. ഉപഭോക്താക്കളുടെ ആധാറാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട രേഖ. അതോടൊപ്പം തന്നെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ അത് ആക്റ്റീവായിരിക്കേണ്ടതാണ്. ഈ രേഖകൾ ഉൾപ്പെടെ നിങ്ങൾ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നമുക്കിവിടെ OTP അധിഷ്ഠിതമായിട്ടുള്ള വെരിഫിക്കേഷനാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും നിങ്ങൾ ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ പ്രത്യേകം തന്നെ കൊണ്ടുപോകുന്നതിന് വേണ്ടി ശ്രമിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ നിലവിലിപ്പോൾ 5 ലക്ഷം രൂപയുടെ ചികിത്സയാണ് നമുക്കിത് മുഖേന ലഭിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ചികിത്സാ ക്രമീകരണങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് നിലവിലിപ്പോൾ ആരംഭിച്ചിട്ടില്ല. ആദ്യപടിയായിട്ട് നിലവിൽ ഇതിൻ്റെ രജിസ്ട്രേഷൻ കാർഡ് വിതരണമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് പൂർണ്ണമായിട്ടൊന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വാർത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും നിങ്ങളൊന്ന് ഷെയർ ചെയ്തെത്തിക്കാനും ശ്രമിക്കേണ്ടതാണ്. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലികപരമായിട്ടുള്ള വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.